കാരണം കാപഢ്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈവൻ അച്യുതാനന്ദനുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരാൾ സ്വന്തം ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ കുടുംബാംഗങ്ങളെ കൈകാര്യം ചെയ്തത്? ഈവൻ അച്യുതാനന്ദൻ്റെ മകൻ്റെ ഒരു കേസ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് പോലും അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ്, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ കൈകാര്യം ചെയ്യാമെന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള അത്രയും വലിയ ചങ്കൂറ്റം കാണിച്ച ആളാണ് അച്യുതാനന്ദൻ, അല്ലേ? നമസ്കാരം. പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കണ്ട് പഠിക്കണമെന്ന് ശോഭ സുരേന്ദ്രൻ. അത്രയെങ്കിലും ആർജവവും മാന്യതയും പിണറായി വിജയനിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് ശോഭാജി ആഞ്ഞടിച്ചു. അച്യുതാനന്ദന്റെ മകനെതിരായ ഒരു കേസ് കേരളത്തിൽ ചർച്ചാ വിഷയമായ സമയത്ത് ഒരിക്കൽ പോലും ആ നേതാവ് സ്വന്തം മകനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തിയില്ല എന്ന് മാത്രമല്ല, അവൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറയാനുള്ള ആർജവം ആ മനുഷ്യൻ കാണിച്ചു. എന്നാൽ ഇവിടെ പിണറായി വിജയന്റെ കുടുംബം മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടും അവരെ വെള്ളപൂശാനും സംരക്ഷിക്കാനും വേണ്ടി പൊതു ഖജനാവ് തന്നെ കൊള്ളയടിക്കുകയാണ് മുഖ്യമന്ത്രി. ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി നമ്മുടെ നാടിന് ശാപമാണ് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തു എന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന പിണറായി വിജയനെതിരെ പ്രതികരിക്കാതെ നമ്മുടെ നാട് നന്നാവില്ല എന്നും അവർ ആഞ്ഞടിച്ചു. എന്താണ് പിണറായി വിജയനോട് ഇത്രയധികം ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ കാരണം? നോക്കൂ, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിലെ ജനങ്ങൾ ആകമാനം കണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർ കണ്ടത് എന്താണ്? ഒരു സമൂഹത്തിന് നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്തിക്കുമെന്നുള്ള ധാരണയാണ് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വെറും ഒരു കപട വിഗ്രഹമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടു. കാരണം കാപഢ്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈവൻ അച്യുതാനന്ദനുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരാൾ സ്വന്തം ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ കുടുംബാംഗങ്ങളെ കൈകാര്യം ചെയ്തത്? ഈവൻ അച്യുതാനന്ദൻ്റെ മകൻ്റെ ഒരു കേസ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് പോലും അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ്, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ കൈകാര്യം ചെയ്യാമെന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള അത്രയും വലിയ ചങ്കൂറ്റം കാണിച്ച ആളാണ് അച്യുതാനന്ദൻ, അല്ലേ? പക്ഷെ പിണറായി വിജയൻ്റെ പണി എന്താണ്? പിണറായി വിജയൻ തൻ്റെ മുഴുവൻ കഴിവും പ്രാപ്തിയും ആ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ദുരുപയോഗം ചെയ്ത ഒരു കാപഢ്യക്കാരൻ. അതായത് 1957 നമ്മുടെ രാജ്യത്തിന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ സംഭാവന ചെയ്തു എന്ന് വീറും വാശിയോടും കൂടി പറയാൻ സാധിക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളെ വരെ തലകുനിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഈ നാട് നന്നാവുക? കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാമറ വിവാദം ഉണ്ടായി. ഈ ക്യാമറ കേസിൽ ജെയിംസ് പാലമറ്റം പറഞ്ഞത് 57 ലക്ഷം രൂപ പോലും വേണ്ട, 47 ലക്ഷത്തിന് ഞാൻ ക്യാമറ വെക്കാം. ഈ മുഖ്യമന്ത്രിയുടെ ആളുകളെ കണ്ടു പറഞ്ഞല്ലോ. AI ക്യാമറയിൽ അമ്മായി, അതായത് മകൻ്റെ അമ്മായിച്ചനെ പേര് പറഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറകിൽ വർഷങ്ങളായിട്ട് ഈ വ്യക്തി ചെയ്യുന്ന അന്യായങ്ങളെ പഠിക്കുകയും പരിശോധിക്കുകയും അത് എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് ഈ പ്രകാശ് ബാബുവിനെ, കോഴിക്കോട്ടുകാരനാണ് പ്രകാശ് ബാബു, ഈ പ്രകാശ് ബാബുവിനെ ഔട്ട് ഓഫ് കൺട്രി വിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. കാരണം പിണറായി വിജയൻ ഇവിടെ അധികാരത്തിലിരിക്കണം, അധികാരത്തിൻ്റെ തണലിൽ പ്രകാശ് ബാബുവിനെ കൊണ്ടും ഈ വിവേക് എന്ന് പറയുന്ന മകനെ കൊണ്ടും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കണം. ആ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കുന്നതിനെതിരായിട്ട് കേരളത്തിൽ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചാൽ അവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. TP ചന്ദ്രശേഖരൻ എന്തിനാണ് 51 വെട്ടി കൊലപ്പെടുത്തിയത്? ആരാ ആ കൊട്ടേഷൻ കൊടുക്കാൻ നേതൃത്വം കൊടുത്തത്? ആ കൊട്ടേഷൻ കൊടുക്കാൻ നേതൃത്വം കൊടുത്തവരെ ജയിലിൽ നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും പുറത്തിറക്കി കൊടുത്തത് ആരാണ്? അവരെങ്ങനെയാണ് ക്രിമിനലുകളായത്? കേരളത്തിൽ ആദ്യത്തെ കൊലപാതകം. എനിക്ക് ഈ പിണറായി വിജയനെ ഇത്രയും ദേഷ്യം വരാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ധീരനായിട്ടുള്ള, ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണനാണ്. ആ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ എന്തിനാണ് പിണറായി വിജയൻ അന്ന് കൊലപ്പെടുത്തിയത്? അന്ന് പിണറായി വിജയനാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് എന്നറിയാത്തവരായി കണ്ണൂരിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ പോലും ഇല്ല. അപ്പം അന്ന് മുതൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ, അത് കഴിഞ്ഞു, ആ മനുഷ്യനെ കൊന്നതിന് ശേഷം മകൻ റെമിത്തിനെ കൊന്നില്ലേ?
മകൻ വളർന്ന് വലുതായി ആ അമ്മ തയ്യൽ ജോലി തുന്നൽ ജോലി ചെയ്ത് കിട്ടിയ പൈസ ഉപയോഗിച്ച് മക്കളെ വളർത്തിയെടുത്ത് മകള് പരിപൂർണ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് മകനെ വെട്ടിക്കീറി കൊലപ്പെടുത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ. ആരാ നേതൃത്വം കൊടുക്കുന്നത്? അതായത് പിണറായിയുടെ പഞ്ചായത്തിലും ആ പ്രദേശത്തും എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ പ്രവർത്തകരുമായിട്ടുള്ള ഏറ്റുമുട്ടല്? എത്ര ആളുകളുടെ ജീവനാണ് ഇവർ അപഹരിച്ചെടുത്തത്? അപ്പൊ ഇന്ന് കേരളത്തിൽ കാണുന്ന 300-ലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ചതിന്റെ ഒരു ഇടനിലക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ജയസൂര്യൻ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു പണിക്കാരനാണ്. നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ പണിക്കാരനായിട്ട് ഇരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത പിണറായി വിജയനില്ല. ഞാൻ ഇവിടെ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് MP ആയാൽ ശോഭാ സുരേന്ദ്രന് കൊമ്പില്ല. ഞാൻ ആലപ്പുഴക്കാരുടെ പണിക്കാരിയാണ്. പണിക്കാരിയായിട്ട് ജോലി ചെയ്യാൻ സൗകര്യമില്ലാത്ത ഒരുത്തനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല. അപ്പൊ പിണറായി വിജയൻ മകൻ വിവേകിനെ കൊണ്ട്, മകൻ്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിനെ കൊണ്ട് 47 ലക്ഷം രൂപയ്ക്ക് വെക്കേണ്ട ക്യാമറ 387 ലക്ഷത്തിന് വെപ്പിക്കുമ്പോൾ അൽഹിന്ദ് കമ്പനിക്കാരൻ്റെ അവരുടെ ഓഫീസിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറയിൽ ഈ പ്രകാശ് ബാബുവിൻ്റെ പടമുണ്ട്. അവരുടെ മിനിറ്റ്സ് ബുക്കിൽ പ്രകാശ് ബാബുവിൻ്റെ ഒപ്പുണ്ട്. അത് ദേശീയ ഏജൻസി അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാവ് കോടതിയിൽ പോയത്. എന്തിനാ പോയത്? കോടതിയിലേക്ക് അൽഹിന്ദ് കമ്പനിക്കാരനെയും ജെയിംസ് പാലമറ്റത്തിനെയും മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചാൽ പേടിച്ചിട്ട് പറയുമോ? അതായത് ഈ കൊട്ടേഷന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെതിരെ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കാൻ കേരളത്തിലെ ഈ കമ്പനി നടത്തിപ്പുകാരായിട്ട് മുതലാളിമാർക്ക് തൻ്റെ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ അവരെ രണ്ടുപേരെയും നേരിട്ട് കണ്ട ആളാണ്. അൽഹിന്ദിന്റെ മുതലാളിയെയും ഞാൻ നേരിട്ട് കണ്ടു, ജെയിംസ് പാലമറ്റത്തിനെയും ഞാൻ നേരിട്ട് കണ്ടു. അവർക്കൊക്കെ പല കാര്യങ്ങളിലും ഭയപ്പാടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ.